ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താ വെച്ചാൽ നമ്മളൊരു ഗായികനെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു സീനിയറായിട്ടുള്ളൊരു അടിപൊളി പാട്ടുകാരിയായിട്ടുള്ള ഒരു ചേച്ചീനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചേച്ചീൻ്റെ കൂടെ തന്നെയുള്ള ഈ ചേച്ചീൻ്റെ ഫ്രണ്ടാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഈ ചേച്ചീനെ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, നന്നായിട്ട് പാടും, നീ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നല്ല ആ ചേച്ചീനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം അതൊക്കെ ഞാൻ ആലോചിച്ചിട്ടാണ് ഈ കൊറോണ ടൈമിലായിട്ടും നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ നോക്കി നടന്ന് അവസാനം എത്തിയതൊരു ഗ്രൗണ്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ പാട്ടിലേക്കൊണ്ട് പോവാം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, വയലാർ എഴുതുപോയതുപോലെ കിനാവിൻ കിനാവായി നീ തലോടല്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴ മല്ലികൾ തൻ നിറമിഴികൾ തഴുകൂ, വെണ്ണിലാവേ നിലാവേ നീ മയങ്ങല്ലേ. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. മൈൻഡ് ബ്ലോയിങ്. പൊട്ടിക്കാര തല കൊണ്ടിട്ട് അടിക്കണ്ട വരം. ഇല്ലല്ല, അത് പറഞ്ഞാണ് ബർത്ത്ഡേൻ്റെത്. വണ്ടിയിൽ അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ന് ആ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി പാട്ട് പഠിപ്പിച്ചത് ഈ ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്നാലും ചെറുതായിട്ട് പാളിപ്പോയി. മൊട്ടേറി അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഏൽപ്പിച്ചു പോയത്. പക്ഷെ രണ്ടുപേർക്കും മൊട്ടേറ് കിട്ടി, അത് സന്തോഷേ. കമോൺ, കോലം കാണിക്കൂ, കോലം കാണിക്കൂ, കോലം കാണിക്കൂ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ പ്രശ്നം ഇത് ആദ്യ. എനിക്കിട്ട് പണിയാ വന്നു ഗൈസ്. കോലം എന്തായാലും ഫുള്ള് മൊട്ടേരായിക്കണ്, കണ്ടില്ല? ഇതാ കണ്ടോ കണ്ടോ, ഫുൾ മൊട്ടേരായിക്കണ്. മൊട്ട എൻ്റെ വണ്ടി കറണ്ട. എന്നാ കീശലുണ്ട് എൻ്റെ ഉണ്ടോ? ഗൈസ്, ഇതിനെ ഉത്തരവാദിയല്ലേ, ഇത് ചെറുതായിട്ട് ഉടച്ച്. ഗൈസ് വെറുപ്പിക്കുന്നു ഗൈസ്. ഞാനാ കുറ്റക്കാരൻ. മര്യാദ മുട്ട അറിയാത്തിൻ്റെ കളഞ്ഞു. ഇനിയില്ല ഇനി കളിയില്ല. ഇത് നിങ്ങൾ ഉത്തരവാദിത്തം. അയ്യോ, പാവം ചെക്കൻ്റെ ഫോൺ കണ്ട ഗൈസ്. പാവം ചെക്കൻ്റെ ഫോണ് ഫുള്ള് മുട്ടയിൽ കുളിപ്പിച്ച്. എന്ത്
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ പാട്ടും അതുപോലെ തന്നെ ഈ ചേച്ചീൻ്റെ ബർത്ത്ഡേക്ക് ചെറുതായിട്ടൊരു പണി കൊടുക്കുക, ഇത് മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ്. അപ്പോൾ ഇൻട്രോ കണ്ടിട്ട് ആരും എന്താ പറയുക പാട്ട് മാത്രമെന്ന് വിചാരിക്കണ്ട. അവസാനം ഞങ്ങൾ ഒരു ട്വിസ്റ്റ് അടിച്ചത് എങ്ങനെയുണ്ട്, ചെറുതായിട്ട് പാളിച്ചു. കുറ്റക്കാരി, ഞാൻ കുറ്റക്കാരനല്ല. ഞാനാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കുഴപ്പം കാരണമാണ് എനിക്കറിയാൻ പറ്റുക. ഞാനൊക്കെ അറിഞ്ഞ എപ്പോഴേ തലക്കറിഞ്ഞാൽ കണ്ടോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഔട്ട്. ഗൈസ് മാറനെ ചതിച്ചു ഗൈസ്. എങ്ങനെ